Hello guys, ഇന്നും എനിക്കൊരു ഓഫ് ഡേ ആണ്. So I thought why not ഒരു വീഡിയോ എടുക്കാം. Okay. So let's talk about something very realistic. Actually ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുക. കരിയർ, ജോബ്, ലോട്ട് ഓഫ് തിങ്സ്. ലൈക്ക് ട്രാവൽ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് കഴിക്കണം, കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ആർക്കും ലൈഫിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. വൈ ബിക്കോസ് നമുക്ക് റൈറ്റ് ടൈം അറിയില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദറ്റ് റൈറ്റ് ടൈം ടു കം ടു അസ്. മനസ്സിലായോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് മനസ്സിലായിരുന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ ദറ്റ് റൈറ്റ് ടൈം ടു കം ടു അസ്. നമ്മൾ ആ റൈറ്റ് ടൈമിന് വി ആർ ഗിവിങ് ദ റൈറ്റ് ടൈം കീ അത് നമ്മളുടെ അടുത്തേക്ക് വരട്ടെ എന്ന്. ആ റൈറ്റ് ടൈം നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ബട്ട് വി ആർ നോട്ട് ട്രൈങ് ടു ഡു ദാറ്റ്. ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ഡൂയിങ്, വി ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു കം ടു അസ്, വിച്ച് ഇസ് wrong, which is very wrong. Why wrong? Because time waits for no one. മനസ്സിലായോ? ടൈം ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. നമ്മളെ ടൈമിനടുത്തേക്ക് പോവുക. ഹാവ് ടു ഗോ ടു ദാറ്റ് ടൈം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ നേരത്തെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളതെടുത്ത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും. അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ടൈം ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ, ഡു ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്, ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. നമ്മളൊന്നും അങ്ങനെ വെച്ച് താമസിക്കാൻ പാടില്ല. ഓക്കെ. സോ എനിക്കാണെങ്കിൽ ത്രെഡ് ചെയ്യണം. എന്തും വിചാരിക്കുകയാണ്, ത്രെഡ് ചെയ്യാം, ടൈം ആവട്ടെ, കുറച്ച് ദിവസം കഴിയട്ടെ, രാവിലെ ടൈമില്ല, ഉച്ചയ്ക്ക് ടൈമില്ല, വൈകിട്ട് ടൈമില്ല. ഈ ടൈം ഇപ്പോൾ കിട്ടും? ടൈം ഇല്ലാത്തതല്ല ഒന്നിനും. വി ആർ നോട്ട് ട്രൈയിങ് ടു ഡു ഇറ്റ്. നമുക്കത് നമ്മളെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ടൈം നമുക്ക് വേണ്ടി അത് വരും. നമുക്കത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടൈം വെൽക്കം. നമ്മളത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ടൈമില്ല. നമ്മളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ടൈമില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറേ കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ബട്ട് അൺലെസ് ആൻഡ് അൺടിൽ ഞാൻ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, ഐ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. റൈറ്റ്? ലൈക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, കുറേ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. അത് എങ്ങനെ അച്ചീവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയണം. അത് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ വേണം എന്ന് നമുക്കറിയണം. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മളെല്ലാം ഒരു ഇതായിട്ട് എഴുതി വെക്കുക. സം പീപ്പിൾ അത് എഴുതിയൊക്കെ വെക്കും ലിസ്റ്റായിട്ട്. ലൈക്ക് ദിസ് ആർ ഗോൾ, ഹാവ് ടു ഡു ദിസ് ടു അച്ചീവ് ദാറ്റ്. ആൻഡ് അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, വെൻ വി ഹാവ് ടു സ്റ്റാർട്ട് ദാറ്റ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ, നാളെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കാര്യം നാളത്തേക്ക് വേണ്ടി വെക്കും. എനിക്ക് ഇത്രയും മോട്ടിവേഷൻ ഇപ്പോൾ കിട്ടാനുള്ള റീസൺ ഇസ് ദാറ്റ് ഞാനൊരു വീഡിയോ കണ്ടു. ആൻഡ് വീഡിയോ വാസ് സോ മോട്ടിവേറ്റിംഗ്. ആക്ച്വലി മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ ഭയങ്കര മോട്ടിവേഷണൽ ആയിരിക്കും. ബട്ട് ചില മോട്ടിവേഷണൽ വീഡിയോസ് ഒന്നും അത്ര മോട്ടിവേഷണൽ ആവണമെന്നില്ല. വീഡിയോ കണ്ടു വിച്ച് വാസ് ആക്ച്വലി മോട്ടിവേഷണൽ ആൻഡ് ഐ ഗോട്ട് മോട്ടിവേറ്റഡ്. എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു ഗൈസ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്. അത് നമുക്ക് ക്യാപ്പ് ഒക്കെ വെച്ച് സെറ്റ് ആക്കാം. ഓക്കെ. മുടി കെട്ടിയത് ശരിയാകാൻ തോന്നും. ഈ ത്രെഡ് ചെയ്യണം. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഐബ്രോസ് ചെയ്യണം. ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് പുറത്ത് പോകണം. പക്ഷേ പുറത്ത് പോകണമെങ്കിൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഐ ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. കാരണം എനിക്ക് ത്രെഡ് ചെയ്യണം. കാരണമൊന്നുമില്ല, എനിക്ക് ത്രെഡ് ചെയ്യണം. അതന്നെ കാരണം. ഡു ഐ ലുക്ക് സിക്ക്? സോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പം തന്നെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ബാദ്മേ ഭയങ്കരമായിട്ട് നമുക്ക് റിഗ്രറ്റ് അടിക്കും. ആ റിഗ്രറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ കുത്തി കയറും. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണ്, എനിക്കത് കുത്തി കയറാറുണ്ട്. ചില സമയത്ത് ഐ തിങ്ക് ഞാനിത് ചെയ്യണമായിരുന്നല്ലോ, എനിക്ക് വിച്ച് ഐ ഡിഡ്ന്റ് ഡു. അന്നേരം ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. അച്ചീവ് ഇൻ ദ സെൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഹോബീസ്, പാഷൻ, വാട്ട് എവർ മേ ബി ഇറ്റ്. അത് നിങ്ങൾ ആ ഒരു നേരത്തെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എവിടെ എത്തിയാണ്. അല്ലേ? ഞാൻ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഐ ഡോണ്ട് നോ. ബട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക. ഒരു മാസം പോകുന്നതോ, ഒരു ഡേ പോകുന്നതോ, ഒരു വർഷം പോകുന്നതോ ഒന്നും അറിയുന്നില്ല. 2024 ഇപ്പോൾ 25 ആയി. 24 പോയത് അറിഞ്ഞതേ ഇല്ല. എവിടെ പോയി 24 പോയി. അതിന് തിരിച്ചു വരില്ല. ഇന്നലെ എന്നുള്ളൊരു ദിവസം ആണെങ്കിൽ അത് തീർന്നു, അതിനിന്ന് വരില്ല. ഇറ്റ്സ് ഓവർ. ലാസ്റ്റ് മന്ത് ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ. മന്ത് കഴിഞ്ഞു. ഇനി ആ ബർത്ത്ഡേ വരില്ല. ഇനിയിപ്പോൾ ഞാനൊരു ന്യൂ ഇയർ ആയി. എൻ്റെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പം ന്യൂ പേഴ്സൺ ആവും. ഒരു സെക്കൻഡ് ഇങ്ങനെ പോയി. ഒരു മിനിറ്റ് ഇങ്ങനെ പോകും, ഒരു 1 hour ഇങ്ങനെ പോകും, ഒരു ഡേ ഇങ്ങനെ പോകും, 1 month ഇങ്ങനെ പോകും, 1 year ഇങ്ങനെ പോകും. എല്ലാം നമ്മൾ പറയില്ലേ, ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് നൗ. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് റൈറ്റ് നൗ. ബിക്കോസ് ഞാൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. സോ എനിക്കത് ഇനി ഫ്യൂച്ചറിലോട്ട് എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ വയ്യ. സോ ഐ തിങ്കിങ് വാട്ട് എവർ എനിക്കിപ്പോൾ ചെയ്യാനുണ്ടോ ഞാനത് ഇന്ന് ചെയ്തിരിക്കും. ലൈക്ക് എനിക്കിപ്പം ഫെസിലിറ്റിങ് ഐ നോ ഐബ്രോസ് ചെയ്യണം. ഐ ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. I know it's wrong कि ഞാൻ today പറയുന്നു, ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് ചെയ്യാം. But I have a lot of works to do. I'll go to a parlor to do my eyebrows and all. If you have anything to do, if you want to achieve anything in your life, do it right away. നിങ്ങൾക്കൊരു വലിയൊരു ഡ്രീം വേണം, ഒരു കാർ വാങ്ങിക്കണം, ഒരു ബൈക്ക് വാങ്ങിക്കണം, വീട് വെക്കണം, ഒരു ഡോക്ടർ ആവണം എന്നായിരിക്കും മേ ബി. നിങ്ങളൊരു പാഷൻ ആയിരിക്കും, ഒരു ഡാൻസർ ആവണം, വാട്ട് എവർ മേ ബി. പക്ഷേ അതാവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. നിങ്ങൾ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇന്നേ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം വാട്ട് എവർ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സേവിങ്സ് ഇന്നേ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് സേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കും നാളെ ചിലപ്പോൾ
കുറച്ച് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ആംബിഷനാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇന്നേ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ ഇന്നുണ്ടാവുന്ന ബുദ്ധി ആയിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുള്ളൂ, നിങ്ങൾ കുറച്ച് അപ്സെറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തല ഉപയോഗിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, മതി പഠിക്കുന്നത്ര പഠിക്കുക. നാളെ ആകുമ്പോൾ നിങ്ങൾ നല്ല ഹാപ്പി മൂഡിലായിരിക്കും, പഠിക്കാൻ ഭയങ്കരമായിട്ടും വരുമായിരിക്കും. അപ്പം യു വിൽ സ്റ്റഡി ഹാർഡ്, നാളെ നല്ലോണം പഠിക്കുക. അങ്ങനെ കുറച്ചാണെങ്കിൽ പറ്റുന്ന രീതിയിലൊക്കെ ഡെയിലിയൊക്കെ ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. പറ്റുന്നത് പോലെ ഡെയിലി ചെയ്യുക. അപ്പം എല്ലാ ദിവസവും സെയിം പ്രൊപ്പോർഷനിൽ ചെയ്യണമെന്നില്ല. ഇന്ന് 1% പഠിക്കുകയാണെങ്കിൽ നാളെ ഒരു 10% പഠിക്കാൻ പറ്റിയേക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. നിങ്ങളെക്കൊണ്ട് ഡെയിലി എത്ര മാക്സിമം വരെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ യു ക്യാൻ അച്ചീവ് ദാറ്റ്. ഓക്കെ, സോ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറൊന്നും അല്ല. ഐ നോ എനിക്ക് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് മോട്ടിവേഷൻ വരാത്തതുപോലെ നിങ്ങൾക്ക് വരുത്തുമായിരിക്കാം. ബട്ട് ദാറ്റ്സ് ഓക്കെ ഗൈസ്. സോ എനിക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൈക്ക് എനിക്ക് കുറേ തുണി കഴുകാനുണ്ട്, റൂമൊക്കെ ക്ലീൻ ചെയ്യണം. ആൻഡ് സോ ദാറ്റ്സ് ഓൾ. സോ all I want to say is that work hard, try hard. If you have any goal, start it today itself. ഇനിയിപ്പോൾ ഗോൾ ഇല്ലെങ്കിലും no issues. Make a goal. എപ്പോഴും ലൈഫിൽ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ്സും എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം, എനിക്കത് വേണം ഇത് വേണം. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതൊരു ഭയങ്കരമായ ട്രൂത്താണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും തീരുന്നില്ല, എങ്ങും തീരുന്നില്ല. എനിക്ക് ഉടുപ്പൊന്നേ ഉള്ളൂ, ഒരു ഉടുപ്പ് അല്ലെങ്കിൽ നാളെ എനിക്ക് വേറെ ഉടുപ്പ്, നാളെ ഇന്ന കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇന്നത് കഴിക്കണം, പേസ്റ്റ് കഴിക്കണം, കേക്ക് കഴിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, പരിപ്പുവട കഴിക്കണം, വട കഴിക്കണം, whatever it is, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന ആഗ്രഹമാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉടുപ്പ് വേണം, എനിക്ക് നല്ലൊരു പാൻറ്റ് വേണം, സ്കിൻ കെയർ സാധനങ്ങൾ വേണം. അങ്ങനെ കുറേ ആൾക്കാരും ചെറിയ ചിലപ്പോൾ ഒരു ഗോൾ ആവണമെന്നില്ല, ഒരു ചെറിയ ആഗ്രഹമായിരിക്കും. ബട്ട് അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ സം പീപ്പിൾ, റൈറ്റ്? അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് ബൈ യോർ സെൽഫ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഡു ഇറ്റ് ബൈ യോർ സെൽഫ്. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു സേ. ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യണം. ഓക്കെ, നമുക്കെല്ലാം അച്ചീവ് ചെയ്യണം. അങ്ങനെ അച്ചീവ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഇറ്റ്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഐ വോണ്ട് ടു നോ. ഐ വോണ്ട് ടു അപ്രീഷിയേറ്റ് ഓൾ ഓഫ് ദം. ചെയ്തിട്ടില്ല എന്നവർ വിഷമിക്കേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ ആരും ഒന്നും ആലോചിക്കേണ്ട. ഇറ്റ് വാസ് ഓൾറെഡി എ പാസ്റ്റ്. ഇറ്റ് ഈസ് ഇൻ ദ പാസ്റ്റ്. അത് കഴിഞ്ഞു. അപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. ഒന്നിനും ഒരു കാര്യത്തിനും ലേറ്റ് ആയിട്ടില്ല. ലേറ്റ് ആയി എന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞു. പാസ്റ്റിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ഓവർ. സോ ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് ടുഡേ, so do it today. Bye bye.